ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് നമ്മളെല്ലാവരും വാട്സപ്പ്, ഫേസ്ബുക്ക് എല്ലാം യൂസ് ചെയ്യുന്നവരാണ്. നമ്മളുടെ ഇതിൽ ഒട്ടുമിക്ക ഫോട്ടോസ് അല്ലെങ്കിൽ 2 ഫോട്ടോസ് ആയിട്ട്, ഡബിൾ ഫോട്ടോസ് അല്ലെങ്കിൽ ട്രിപ്പിൾ ഫോട്ടോസ് ആയിട്ട് നമ്മൾ ഗാലറി കിടക്കും. എന്നാൽ അത് നമുക്ക് കണ്ടുപിടിച്ച് ഡിലീറ്റ് അടിക്കാമെന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഫോട്ടോസ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ഓക്കെ, അത് സാധിക്കും. എന്നാൽ ഒരുപാട് ഫോട്ടോസും വീഡിയോസും എല്ലാം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ജസ്റ്റ് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനായി ഒരു ചെറിയ സോഫ്റ്റ്വെയർ ഉണ്ട്. റെമോ ഡ്യൂപ്ലിക്കേറ്റ് എന്നാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ പേര്. ജസ്റ്റ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നുണ്ട്. ജസ്റ്റ് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുവാൻ താഴെ കാണുന്ന ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞാൻ ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. റെമോ ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോ റിവ്യൂവർ എന്നാണ്. ഇങ്ങനെയാണ് തുറന്നു വരുമ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസ് കാണുന്നത്. ജസ്റ്റ് ഇതിൽ സ്കാൻ ഫൈൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോ, ജസ്റ്റ് ഒന്നുമില്ലാത്തൊരു ഓപ്ഷൻ, അധികമൊന്നുമില്ല ഇതിൽ, സെറ്റിങ്സ് ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ഇതിലൊരു ആപ്ലിക്കേഷൻസ് നിങ്ങൾ എന്താണെന്ന് ചെക്ക് ചെയ്യേണ്ടത്, ജസ്റ്റ് സ്കാൻ കൊടുക്കുക. സ്കാൻ കൊടുക്കുമ്പോൾ പുതിയ ഫോണിലാണെങ്കിൽ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോസ് എന്നുള്ള ഡിവൈസ് വരും. അലോ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതൊന്ന് സെർച്ച് ചെയ്യുന്നതാണ്, സ്കാൻ ചെയ്യുന്നതാണ്. ഇതുകൊണ്ട് ഒരു ദോഷവും ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻസ് ആണിത്. ജസ്റ്റ് നമുക്കൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് സ്കാൻ ചെയ്ത് കഴിയുന്നതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ താഴേക്ക് നോക്കിയാൽ അറിയാൻ പറ്റും എത്ര സ്കാൻ ചെയ്യാനുണ്ടെന്ന്. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ സ്കാനിങ് കഴിഞ്ഞേക്കണു. അത് 38 ഫോട്ടോ എക്സ്ട്രാ ഉണ്ട്, അതായത് 4 MB ആ ഫോട്ടോസിൻ്റെ ഇത് വരുന്നത്. ഓക്കെ, ഇൻഫർമേഷൻ കിട്ടി. ജസ്റ്റ് ഏതൊക്കെ ഫോട്ടോ ആണ് നമുക്കിന്ന് കണ്ടറിയാവുന്നതാണ്. ജസ്റ്റ് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൽ ഏതൊക്കെ ഫോട്ടോ ആണ് 2 ഫോട്ടോ വന്നിട്ടുള്ളതെന്ന്. നിങ്ങൾക്ക് ജസ്റ്റ് ഇത് നോക്കിയാൽ മനസ്സിലാവും. ജസ്റ്റ് ഇതിലൊരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസിൻ്റെ ഡീറ്റെയിൽ വരെ കിട്ടുന്നുണ്ട്. ജസ്റ്റ് സെറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫോട്ടോ, അതായത് നല്ല ഫോട്ടോ എടുത്തിട്ട് ബാക്കിയുള്ള ഫോട്ടോ ഒഴിവാക്കും. ഓക്കെ, എക്സ്ട്രാ ഉള്ള ഫോട്ടോ ആണ് 2 ഫോട്ടോകളും ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ഒരേപോലെയുള്ള ഫോട്ടോസും ഇതിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രത്യേകത വരുന്നുണ്ട്. അത് ഒരുപാടുള്ള ഫോട്ടോസ് തന്നെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ നല്ല MB അല്ലെങ്കിൽ നല്ല ക്ലിയർ ഉള്ളൊരു ഫോട്ടോസാണ് നമ്മൾ എടുക്കുന്നത്. ജസ്റ്റ് ഈ ഫോട്ടോസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ നല്ല ഫസ്റ്റത്തെ ഫോട്ടോസ് ഏതാണെന്ന് വെച്ചാൽ ആ ഫോട്ടോസ് എടുക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ കരുതും ഇങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇത് വരും. അങ്ങനെ കാണാം. ജസ്റ്റ് ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത ഫോട്ടോസും ഡീറ്റെയിൽസ് കിട്ടും. അത് സെറ്റ് എന്നത് ക്ലിക്ക് ചെയ്താൽ ഓരോന്നായിട്ട് ഡിലീറ്റ് അടിച്ചാൽ മതി. അങ്ങനെ ഡിലീറ്റ് അടിച്ചാൽ, അല്ലെങ്കിൽ പിന്നെ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിതിൽ ഹോം, റീസ്കാൻ അങ്ങനെ ഓരോന്നും ഉണ്ടാവും. ഡീസെലക്ട് ആള്, പിന്നെ സെലക്ട് ആളെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം സെലക്ട് ആവും. അതിൽ ഒറ്റ ഫോട്ടോസ് മാത്രമായിട്ട് മാറും. ജസ്റ്റ് ഡിലീറ്റ് എന്നുള്ള എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത്രയും ക്ലീൻ ആയിട്ടുണ്ട്. റീസ്കാൻ ചെയ്യാൻ കൊടുക്കുന്നത് കാരണം ഒരുപാട് ടൈം പിടിക്കും, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് ഇവിടെ സിമിലിയർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് 50 ബട്ടൺ 14 MB ഉണ്ട്. ജസ്റ്റ് ഒരേപോലെയുള്ള ഫോട്ടോ 3 ഫോട്ടോസൊക്കെയാണ് അധികം വരുന്നുണ്ട്. ജസ്റ്റ് സിമിലിയർ എന്നുള്ള ഫോട്ടോ ആണെങ്കിലും ജസ്റ്റ് അവിടേക്ക് സെലക്ട് ആണെന്ന് കൊടുക്കുക. ജസ്റ്റ് സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരേപോലെയുള്ള ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്ത് ഡിലീറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ എല്ലാ ഫോട്ടോസും ഒരുപോലെയുള്ള ഫോട്ടോസൊക്കെ ഗാലറി പോയി ഞങ്ങൾക്ക് കാണാൻ പറ്റും, ഡിലീറ്റ് ആയിട്ടുണ്ടാവും. ജസ്റ്റ് ഇതിന് സെറ്റിങ്സിൽ എന്ന് പറഞ്ഞാൽ സിമിലിയർ ഫോട്ടോ എത്രത്തോളം സ്കാൻ ചെയ്യണം, ഡിഫാൾട്ടാണോ, അങ്ങനെ 50% സ്കാൻ ചെയ്ത് 100% ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്.
ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താഴെ കാണുന്ന ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. ഓക്കെ.